ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് അസസ്മെൻ്റ് ആണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെ രീതികളിലാണ് അസസ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ കേസിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ക്ലയൻറ്റിനനുസരിച്ച് നമ്മൾ ഈ അസസ്മെൻറ്റ് മെത്തേഡ്, അതായത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന രീതി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആൾ ആൻസർ പറയുന്നു, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ ആൻസർ പറയുന്നു. നോർമലി നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഗ്യാദർ ഇൻഫർമേഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് നല്ല എക്സ്പീരിയൻസും വേണം, നോളജും ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഇതിനകത്ത് പറയുന്ന ഒരു 3 കോൺസെപ്റ്റ് ഉണ്ട് ഇൻ്റർവ്യൂവിൻ്റെ അകത്ത്. ഏതൊക്കെ രീതിയിലാണെന്നുള്ളത്, അതായത് എന്തൊക്കെ കോൺസെപ്റ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ക്ലയൻറ്റ് പറയുന്ന രീതികൾ, അതൊന്നുകിൽ വെർബലാകാം, ഫേസ് ടു ഫേസ് ആകാം. അതായത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ നമ്മളോട് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. അപ്പോൾ ആ വെർബൽ, അതായത് ഇപ്പം ക്ലയൻറ്റ് എന്തൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്ലയൻറ്റ് റെഡിയാണോ ഈ ഇൻഫർമേഷൻ പറയാൻ. അതായത് നമ്മൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അവരുടെ ഫേസ് എക്സ്പ്രഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പാരാവെർബൽ എന്ന് പറയുന്നത് ഇത് തന്നെ. ചില ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർ സംസാരിക്കാൻ. ചിലപ്പോൾ ചിലരാണെങ്കിൽ ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ വേർഡ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഭയങ്കര പ്രഷർ കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നോൺ വെർബൽ ക്യൂസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ സ്പീച്ച് എങ്ങനെയാണ്, അവരുടെ ഏതൊക്കെ വേർഡ്സാണ് അവർ യൂസ് ചെയ്യുന്നത്, അതൊക്കെ അവരുടെ ടോണ്, വോളിയം, അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അതാണ് ഈ പാരാവെർബലിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്, അല്ലെങ്കിൽ ക്ലയൻറ്റ് ഈ സിറ്റുവേഷൻ കോപ്പറേറ്റീവ് ആണോ, അല്ലെങ്കിൽ ആരെയും നിർബന്ധിച്ചിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പർപ്പസ് എന്താണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുമ്പം ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ നെക്സ്റ്റ് പറയുന്നത് മെയിൻ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. പേര് പറയുന്ന പോലെ തന്നെ സ്ട്രക്ചേർഡിൻ്റെ അകത്തൊരു ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും, സിസ്റ്റമാറ്റിക് ആയിരിക്കും, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, എങ്ങനെ ചോദിക്കണം, അതായത് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. അതാണ് ഈ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര ടൈം വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് രീതിയിലായിരിക്കണം പറയേണ്ടത്, അല്ലെങ്കിൽ പിന്നെ അതായത് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അതായത് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അതിനകത്ത് പെർട്ടിക്കുലർ ആൻസേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ യെസ് ഓർ നോ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ട് അറ്റ് ആൾ, ഡെഫിനറ്റ്ലി, അങ്ങനെയൊക്കെ ഉള്ളത്. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന് PBCL അതൊക്കെ ചെയ്തപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ആ ക്വസ്റ്റ്യനറൊക്കെ ഇല്ലേ, അതെന്ന് വെച്ചാൽ സ്ട്രക്ചേർഡാണ്. അതായത് അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസിനൊരു സ്ട്രക്ചറുണ്ട്. അതായത് എല്ലാ ഏരിയാസിലും അത് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ അതാണ് സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡാണ്. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പം അവിടെ ശരിക്കും ക്ലയൻറ്റിന് നല്ല ഫ്രീഡമാണ് ഉള്ളത്. ഇപ്പം സ്ട്രക്ചേർഡ് ആകുമ്പോൾ അവിടെ ഒരു ഫ്രീഡം കിട്ടുന്നില്ല. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇൻഫോർമലായിട്ട് വർത്താനം പറയത്തില്ലേ, അതായത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്നു, അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്തെങ്കിലും പറയുന്നു, അപ്പോൾ അതനുസരിച്ച് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണം. അതാണ് ഈ അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. അൺസ്ട്രക്ചേർഡ് നമുക്ക് ഭയങ്കര ഈ സ്ട്രക്ചേർഡിനെക്കാട്ടിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. പിന്നെ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യെസ് ഓർ നോ അല്ല. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയായിരുന്നു, ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും ഒറ്റ വാക്കിൽ ഉത്തരവൊന്നും അല്ലല്ലോ. അവനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും അവർ തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഇൻ്റർവ്യൂവിന് ഒരു 2 പാർട്ടുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷനും എക്സ്പ്ലറേഷനും. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അവരുടെ ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം. അത് നമ്മൾക്ക് മനസ്സിലാക്കി തരാം, അതാണ് ഡിസ്ക്രിപ്ഷൻ. എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് അത് കൗൺസിലറുടെ പാർട്ടാണ്. അതായത് അവർ പറയുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ അവർ പറയാണ്, എനിക്ക് കല്യാണത്തിന് ശേഷമാണ് ഡിപ്രഷൻ തുടങ്ങിയത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒക്കെ ചോദിക്കാം, അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷനിലാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമം വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ. അപ്പം നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം.
ക്ലയൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് കൗൺസിലേഴ്സിന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഒരു 2 പാർട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ മെത്തേഡാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇയറിൽ. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ എന്താ? വായ്നോട്ടം എന്ന് പറയുന്നത് പോലെ തന്നെ. അതായത് നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്യുകയാണ്. ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ മാനറിസങ്ങളും ബിഹേവിയർ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഫണ്ടമെൻ്റൽ ടെക്നിക്കാണ് ഡേറ്റ കളക്ഷൻ്റെ. അതായത് ഇറ്റ് റെഫേഴ്സ് ടു വാച്ചിങ് ആൻഡ് ലിസണിങ് ടു ദ ബിഹേവിയർ ഓഫ് ദ ക്ലയൻറ്റ് ഓവർ ടൈം വിത്തൗട്ട് മാനിപ്പുലേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഇറ്റ്. നമുക്ക് ഒരു കൺട്രോളും ഇല്ല. ഒക്കെ നമുക്ക് നമ്മുടെ സമയം എടുത്തിട്ട് നമുക്കവരെ ഒബ്സർവ് ചെയ്യാം. അപ്പോൾ അത് തന്നെ 4 തരത്തിലുണ്ട്. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റിലൊക്കെ കാണത്തില്ലേ, ഈ വലിയ കാട്ടിൽ ആമസോൺ കാട്ടിലൊക്കെ പോയിട്ട് ആൾക്കാരിങ്ങനെ ഈ ഓരോന്നിൻ്റെ ഹാബിറ്ററ്റിൽ പോയിട്ട് ആനിമൽസിൻ്റെ ഒക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമല്ലോ. അതായത് അത് അവരുടെ എങ്ങനെയാണ് അത് ജീവിക്കുന്നത്, ഓരോ ഡെയിലി എങ്ങനെയാണ്. അതിപ്പോൾ നമ്മൾ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് നാച്ചുറലിസ്റ്റിക്. അതായത് അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് അതായത് നാച്ചുറലി അവിടെ എങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ ഇതിലാണ് ശരിക്കും പോയിട്ട് ഈ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനൊക്കെ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ അതിന് സ്ട്രക്ചറുണ്ട്. അതായത് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്, അവിടെ ഏതൊക്കെ എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഇൻഫാൻ്റ് അറ്റാച്ച്മെൻ്റ് ആണ് പറയുന്നത്. അതായത് ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ് അതിനവർ ഇപ്പം ആ കുഞ്ഞാണെങ്കിൽ ചിലപ്പം അമ്മേനെക്കാട്ടിലും ചിലപ്പോൾ അതിന് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് ചിലപ്പോൾ നാനിയോട് അല്ലെങ്കിൽ ഗ്രാനി അവരോടത്തായിരിക്കും. ചിലപ്പം കുഞ്ഞിൻ്റെ വയറ് നിറയുകയാണെങ്കിൽ അത് അമ്മയെ കാണുന്നേ അതിന് തോന്നത്തില്ല. അപ്പോൾ അതായത് ആ ഒരു പ്ലാൻ ചെയ്തിട്ടിപ്പം അതിനെങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പം നമുക്കറിയത്തില്ല ശരിക്കും എന്തിനാണ് ഈ ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ഗോൾ, അതായത് ദ നീഡ് ഓഫ് ഒബ്സർവേഷൻ ക്ലിയർ അല്ല, ജസ്റ്റ് ചുമ്മാ ഒബ്സർവ് ചെയ്യുന്നു. അതാണ് അത് ബ്രോഡ് ഐഡിയ ആണ്, പർട്ടിക്കുലർ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല ഒബ്സർവ് ചെയ്യുന്നത്. അതാണ് അൺസ്ട്രക്ചർഡ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പം ഈ ഒബ്സർവ് ചെയ്യുന്ന ആൾ അതിൻ്റെ അത് പാർട്ടിസിപ്പൻ്റ് ആവുകയാണ്. ഇപ്പം ജയിലിലൊക്കെ ഉള്ളവരുടെയൊക്കെ ചിലതൊക്കെ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചിലപ്പോൾ റിസർച്ച് ചെയ്യുന്നവർ തന്നെ എന്തെങ്കിലും ഒരു കുറ്റവാളിയായിട്ട് തന്നെ ജയിലിനുള്ളിൽ പോയിട്ട് ഈ കുറ്റവാളികളുടെയൊക്കെ പെരുമാറ്റമൊക്കെ പഠിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതാണ് ഈ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഇൻസൈഡേഴ്സ് വ്യൂ എന്നാണ് പറയുന്നത്. അതായത് അകത്ത് നിന്നിട്ട് ആ ഒരു ഗ്രൂപ്പിനകത്ത് നിന്നിട്ട് അവരെ സ്റ്റഡി ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് റിമൂവ്സ് എനി കൈൻഡ് ഓഫ് ആർട്ടിഫിഷ്യാലിറ്റിയാണ്. അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആ ഒരു ഗ്രൂപ്പിനകത്തായതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഇവരെങ്ങനെയാണ് പെരുമാറുന്നത്, ഇവരുടെ മാനറിസങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവരെ എന്തുകൊണ്ടാണ് ആ ഒരു കുറ്റം ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടോ. അതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ചാൽ കേസ് സ്റ്റഡി മെത്തേഡാണ്. കേസ് സ്റ്റഡി മെത്തേഡിന് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗജനി ഫിലിമിൽ നയൻതാര സൂര്യയുടെ ആ ഒരു ലൈഫ് പഠിക്കുന്നുണ്ടല്ലോ. ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അപ്പം അതിനകത്ത് നമുക്ക് ആലോചിച്ചാൽ അറിയാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഇതിൻ്റെ അകത്ത് എല്ലാ പോയിൻറ്റ്സും കിട്ടും. നയൻതാര എങ്ങനെയാണ് ആ ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നത്. അതായത് ചൈൽഡ്ഹുഡിൽ പോകുന്നുണ്ട്, പിന്നെ ഫാമിലിയിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ കരിയർ, ബിസിനസ്സിൻ്റെ എല്ലാം, അങ്ങനെ എല്ലാം ഫുൾ സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേഷനാണ്. ഒന്നുകിലൊരു ഇൻഡിവിജ്വലിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറ്റി പഠിക്കുന്നതിനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാബ് റിസർച്ച് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇതായിട്ട്, അതായത് ഇൻ്റർവ്യൂ മെത്തേഡൊന്നും പോസിബിൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കേസ് സ്റ്റഡിയൊക്കെ നടത്താറുണ്ട്. നമ്മളുടെ ഫിലിംസിലൊക്കെ മിക്കവാറും ഈ എന്താ പറയുന്നത്, ഈ തമിഴൊരു ഫിലിമുണ്ടല്ലോ രാക്ഷസൻ, അതിലൊക്കെ ആ ഒരു അയാളുടെ ചൈൽഡ്ഹുഡിൽ പോയിട്ട് അങ്ങനെ കേസ് സ്റ്റഡി നടത്തുമ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റുന്നത് വാട്ട് ഈസ് ദ റീസൺ ഓഫ് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു മർഡർ ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ. അതൊക്കെ എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അപ്പോൾ അതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡേറ്റ എങ്ങനെ ഗ്യാദർ ചെയ്യുന്നത്,
എക്സ്പെരിമെൻറ്റ്സ്, പിന്നെ ഇൻ്റർവ്യൂസ്, ക്വസ്റ്റ്യനെയേഴ്സ്, ഒബ്സർവേഷൻ, ഡയറീസ്, സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്, അങ്ങനെ പലതിനും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കേസ് സ്റ്റഡിയിൽ എന്ന് വെച്ചാൽ ചിലർ സിംപ്ലി ഒബ്സർവ് ചെയ്യും, അല്ലെങ്കിൽ ഫുള്ളി അവരുടെ ഹിസ്റ്ററി, അവരുടെ ലൈഫ് ഫുള്ളി ചിലർ റീകൺസ്ട്രക്റ്റ് ചെയ്യും. അതായത് നമ്മളുടെ മണിച്ചിത്രത്താഴിൻ്റെ ഫിലിമിൻ്റെ അകത്തൊക്കെ നാഗവല്ലി, അതായത് ശോഭനയുടെ ബാക്കിലെ ഇത് ലൈഫിലെ ഇത് പഴയ കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് ചികഞ്ഞെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ നാഗവല്ലിയും രാമനാഥനും തമ്മിലുള്ള ആ ഒരു അഫെക്ഷൻ അതവർ റീകൺസ്ട്രക്റ്റ് ചെയ്തു, ആ ഒരു ഇതുണ്ടല്ലോ, ഒരു മുറി വന്ന് പാത്തായ ആ ഒരു സീനൊക്കെ ഓർത്താൽ മതി. ശരിക്കും നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും കേട്ടോ എഴുതാൻ. ഇതിങ്ങനെ കാണാപ്പാടം അങ്ങനെ പഠിക്കേണ്ട അങ്ങനത്തെ ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് വായിക്കുക, പിന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പഠിക്കുക കേട്ടോ. പിന്നെ വേറെയെന്ന് വെച്ചാൽ കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് കോറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഇൻ്റർവ്യൂ മെത്തേഡിലൊക്കെ നമുക്ക് അവിടെ മിസ് ഔട്ടായി പോകും. പക്ഷേ കേസ് സ്റ്റഡിയിൽ അങ്ങനെയല്ല, ഡീറ്റെയിൽഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ കോർ കാരണം, അതായത് പിന്നെ റൂട്ട് കോസ് എന്നൊക്കെ പറയത്തില്ല, അതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് മെത്തേഡ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.